പുനർനിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു ക്ഷേത്രത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം കഴിപ്പിച്ച് നവീകരണ കലശമൊക്കെ നടത്തുന്നതിനെ പറ്റി ഒരു കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അപ്പൊ അദ്ദേഹം ആമുഖമായിട്ടൊക്കെ പറഞ്ഞു, ഈ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രം വളരെ ഈ ദേവനൊക്കെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഞാൻ ഗൾഫിലൊക്കെ പോയി പൈസയൊക്കെ ഉണ്ടായപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ ദേവന്മാരെയൊക്കെ ഒന്ന് രക്ഷിച്ചു വരികയാണ്. ഇപ്പൊ അവരൊക്കെ ഇപ്പൊ അല്പസ്വല്പമൊക്കെ പായസവും അതുപോലെ തന്നെ വിളക്കൊക്കെ കണ്ട്, അതായത് ഇദ്ദേഹത്തിന്റെ ഒരു കഴിവുകൊണ്ടാണ് ദൈവങ്ങള് കഷ്ടി ഇങ്ങനെ ഒന്ന് ഉണർന്നിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് മൂപ്പർക്കുണ്ടായ. തിരക്കടൊന്നുമില്ലാതെ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഈ ക്ഷേത്രങ്ങള് ഇപ്പൊ വീണു, അല്ലെങ്കിൽ ക്ഷേത്രം പൊളിഞ്ഞു, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ബിംബത്തിന് ദോഷം വന്നു, ഈ പൂജ ശരിയാവുന്നില്ല, ഇങ്ങനെ പല ദോഷങ്ങളൊക്കെ നമ്മൾ ചെയ്താലും ദൈവ ചൈതന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു വിധ പോറലോ കുഴപ്പമോ വരില്ല. യന്ത്രം തകരാറായി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ദോഷം വരും. അല്ലാതെ അമ്പലം കേട് വന്നുകൊണ്ടൊന്നും ദേവിക്ക് ദോഷം വരും എന്ന് ആരും കരുതരുത്. ഇപ്പൊ കറണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ കറണ്ട് ശരിയായിട്ടുള്ള വയറിംഗ് ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ ചെന്നാൽ ചിലപ്പോൾ ഷോക്ക് അടിച്ചു എന്ന് വരും, ഫ്രിഡ്ജ് തീപിടിച്ചു എന്ന് വരും, ചൂടിന് പകരം തണുപ്പ് വരും, തണുപ്പിന് പകരം ചൂട് വരും. അപ്പൊ നമ്മൾ ഈ ദേവ ചൈതന്യത്തിനെ അതിന്റെ തന്ത്രപ്രകാരം യഥാർത്ഥമായ രീതിയിൽ അതിന്റെ സംവിധാനങ്ങൾ